പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ദളിത് ചിന്തകനും എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ കെ കൊച്ച് അന്തരിച്ചു. അർബുദബാധയെ തുടർന്ന് അല്പം മുൻപ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ലിബി ശ്രീചന്ദ്രൻ വിവരങ്ങളുമായി. ലിബി, അല്പം മുമ്പാണ് കെ കൊച്ചിൻ്റെ അന്ത്യമുണ്ടായിരിക്കുന്നത്. ചിന്തകനും എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന കൊച്ച് വലിയ രീതിയിൽ വിഷയങ്ങളിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന വ്യക്തിയാണ്. വിവിധ വിഷയങ്ങളിൽ പ്രതികരിക്കാറുണ്ടായിരുന്നു. ദളിത് വിഷയങ്ങളിൽ ഒരു തരത്തിൽ ഒരു വിപ്ലവ ചിന്ത മുന്നോട്ട് വെച്ച വ്യക്തിയാണ്. എന്താണ് നമുക്ക് ഈ ഘട്ടത്തിൽ കെ കൊച്ചിനെ കുറിച്ച് പറയാനാവുക? സ്മൃതി, കേരളത്തിലെയും ഇന്ത്യയിലെയും ദളിത് കീഴാള ജീവിതങ്ങളെയെല്ലാം അടയാളപ്പെടുത്താനും ആ അവകാശങ്ങൾ നേടിയെടുക്കാനും ഒക്കെ നിരന്തരം പ്രവർത്തിക്കുകയും എഴുതുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്ത ആ ചിന്തകൻ തന്നെയാണ് കെ കൊച്ച്. അദ്ദേഹത്തിന് അർബുദബാധയായിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്നു. അതേ തുടർന്നാണ് അന്ത്യം സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ അസുഖം കൂടിയതിനെ തുടർന്ന് പാലിയേറ്റീവ് കെയറിലേക്ക് മാറ്റിയിരുന്നു. അവിടെ വെച്ചാണ് ഇപ്പോൾ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. കോട്ടയം കല്ലറ സ്വദേശിയാണ്. സമഗ്ര സംഭാവനയ്ക്ക് 2021 കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ദളിതൻ എന്ന ആത്മകഥ അത് ഏറ്റവും ശ്രദ്ധേയവും അദ്ദേഹത്തിന്റെ കൃതികളിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമാണ്. കീഴാള ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന കൃതി ഏറ്റവും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. ബുദ്ധനിലേക്കുള്ള ദൂരം, അതുപോലെ തന്നെ ദേശീയതയ്ക്ക് ഒരു ചരിത്രപാഠം, കേരള ചരിത്രവും സാമൂഹിക രൂപീകരണവും, ഇടതുപക്ഷമില്ലാത്ത കാലം, കലാപവും സംസ്കാരവും തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ മറ്റ് പ്രധാനപ്പെട്ട കൃതികൾ. അദ്ദേഹം KSRTCയിലെ സീനിയർ അസിസ്റ്റന്റായി വിരമിച്ചതിന് ശേഷം, അതിനു മുൻപും അദ്ദേഹം സജീവമായി കേരളത്തിലെ കീഴാള ജീവിതത്തിൽ നിരന്തരം ഇടപെടൽ നടത്തിക്കൊണ്ടിരുന്ന ചിന്തകനാണ്. അതിനുശേഷവും അദ്ദേഹം സജീവമായി തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തന പാതയിലേക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധയെല്ലാം കേന്ദ്രീകരിക്കുകയായിരുന്നു. സംസ്കാരം പിന്നീട് എന്നുള്ള വിവരമാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ നൽകിയിട്ടുള്ളത്. ഏതായാലും കേരളത്തിന്റെ ഒരു കീഴാള ജീവിതത്തിന് അതിന്റെ ഒരു നേർസാക്ഷ്യം എഴുത്തിലൂടെയും ചിന്തയിലൂടെയും എല്ലാം സമൂഹത്തിലേക്ക് പ്രതിഫലിപ്പിച്ചുകൊണ്ടിരുന്ന എഴുത്തുകാരനെയും ചിന്തകനെയുമാണ് കേരളത്തിന് നഷ്ടപ്പെട്ടത്. കീഴാള വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയ്ക്ക് കൂടിയാണ് കെ കൊച്ച് ഓർമ്മിക്കപ്പെടുക. സമഗ്ര സംഭാവനയ്ക്ക് 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് യുവജനവേദി, ജനകീയ തൊഴിലാളി യൂണിയൻ, മനുഷ്യാവകാശ സമിതി എന്നിവയ്ക്ക് നേതൃത്വം നൽകിയാണ് അദ്ദേഹത്തിന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ. ഏതൊരു മേഖലയിൽ ഇടപെടുമ്പോഴും തനതായൊരു കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തിയായിരുന്നു കെ കൊച്ച്. ഈ കാഴ്ചപ്പാടാകട്ടെ മിക്കപ്പോഴും പൊതുധാരണകളോട് കലഹത്തിൽ ഉള്ള കാര്യങ്ങൾ കൂടിയായിരുന്നു. അതുകൊണ്ട് ആ കലഹമാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സാമൂഹ്യ മാധ്യമമായ ഫേസ്ബുക്കിലൂടെയും അദ്ദേഹം പ്രതികരിക്കാറുണ്ടായിരുന്നു. ഈ കലഹം അതിൽ വ്യക്തമാവുകയും ചെയ്തിരുന്നു. ചരിത്രം, സാമൂഹ്യശാസ്ത്രം, സാഹിത്യ നിരൂപണം, ഭാഷാശാസ്ത്രം, മാർക്സിസം, അംബേദ്കറിസം, ഗാന്ധിസം, ഫെമിനിസം എന്നിങ്ങനെ ഏതു മേഖലയിലും അതിലെല്ലാം ദാർശനിക ചിന്തയുടെ വെളിച്ചം പ്രസരിപ്പിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെത് വ്യതിരിക്തമായ ഒരു ശൈലി കൂടിയായിരുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ ഓർമ്മിക്കാൻ. കെ കൊച്ചിന് ആദരം. അദ്ദേഹം അല്പം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്.